الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാഇനെ കുറിച്ച് ആദ്യത്തെ ഭാഗം പറഞ്ഞിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ് മിഅ്റാജിനെ കുറിച്ച്. മൊത്തത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയും ബൈത്തുൽ മുഖദ്ദസിലുള്ള ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണുകയും ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചിട്ട് സർവ്വ മലക്കുകൾക്കും മറ്റൊരഭിപ്രായം അനുസരിച്ച് അവിടെയുള്ള സർവ്വ അമ്പിയാക്കൾക്കും ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പാലിൻ്റെ പാത്രവും കള്ളിൻ്റെ പാത്രവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നീട്ടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിൻ്റെ പാത്രം എടുക്കുകയാണ്. അന്ന് കള്ള് ഹറാമായിരുന്നില്ല. അതുകൊണ്ടാണ് കള്ളിൻ്റെ പാത്രവും പാലിൻ്റെ പാത്രവും ജിബ്രീൽ അലൈഹിസ്സലാം നീട്ടാനുള്ള കാരണം. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തതാണെങ്കിലോ പാലിൻ്റെ പാത്രമാണ്. കാരണം പാല് എന്നത് ഏറ്റവും ഖൈറായ ഒരു വസ്തുവാണെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ജാമിഉ സഗീർ 447 പേജിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊരാളും ഭക്ഷണമോ പാനീയമോ കഴിച്ചാൽ അവിടെ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ അഅ്തിനി ഖൈറൻ മിൻഹു എന്നാണ്. പക്ഷേ പാല് കുടിച്ചാൽ അവിടെ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ സിദ്നി മിൻഹു എന്നാണ്. കാരണം ലിഅന്നഹു ലാ ഖൈറ മിൻഹു, പാലിനേക്കാളും നല്ലൊരു ഭക്ഷണം ഇല്ല എന്നാണ് മഹാനായ ഇമാം നവവി തങ്ങൾ തൻ്റെ അദ്കാർ എന്ന കിതാബിൽ 212 പേജിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും വീട് കൂടിയിരിക്കുന്ന സമയത്ത് ആദ്യം പാല് കായ്ക്കും, എന്നിട്ട് വന്ന ആളുകൾക്ക് ആദ്യമായിട്ട് കുടിക്കാൻ കൊടുക്കുന്നത് പാലാണ്. കാരണം പാല് എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ ഒരു വെള്ളമാണ്, ഒരു പാനീയമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കേണ്ടത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒറ്റ തവണമായിട്ടാണ് പാല് കുടിക്കേണ്ടത്. വെള്ളമാണെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് 3 മുറുക്കായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചു. പിന്നെ മിഅ്റാജ് യാത്ര തുടങ്ങുകയാണ്. അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജിലേക്കുള്ള യാത്ര തുടക്കം കുറിക്കുകയാണ്. ആകാശവും അതിനപ്പുറവും പോയി വന്ന സ്ഥലത്തിനാണല്ലോ മിഅ്റാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, മക്കയിൽ നിന്ന് നേരെ മിഅ്റാജ് പോയിക്കൂടെ? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ എന്തിനാ മിഅ്റാജിലേക്ക് പോയത് എന്നുള്ള ചോദ്യം. അതിന് 2-3 വിധത്തിൽ അതിന് തെളിവ്, അതിന് കാരണം പറയുന്നുണ്ട്. ഒന്ന്, മക്കയിൽ നിന്ന് നേരെ മിഅ്റാജ് പോകാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതിൻ്റെ ലക്ഷ്യം ബൈത്തുൽ മുഖദ്ദസിലുള്ള തൻ്റെ കുടുംബക്കാർ, മരിച്ചു കിടക്കുന്ന കുടുംബക്കാർ സിയാറത്ത് ചെയ്യാനും ചുറ്റുഭാഗത്തിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട അമ്പിയാക്കളെ സിയാറത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് എന്നൊരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അഖ്സാ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്ത് അമ്പിയാക്കൾ, ഔലിയാക്കൾ കിടന്നുറങ്ങുന്ന മണ്ണാണ്. ആ ബറക്കത്ത് ഹബീബ് തങ്ങളെ ബറക്കത്തും കൂടി അവിടെ ചേർന്നോട്ടെ എന്നുള്ള നിലക്കാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയത് എന്ന് മറ്റൊരു ദലീല്. മൂന്നാമത്തെ കാരണം പറയുന്നത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാതെ നേരെ മിഅ്റാജിലേക്ക് പോയിരുന്നെങ്കിൽ മിഅ്റാജും കഴിഞ്ഞ് തിരിച്ചു വന്ന് മക്കക്കാരോട് ഞാൻ മിഅ്റാജ് പോയി വന്നു എന്ന് പറഞ്ഞാൽ, കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ആകാശവും അതിൻ്റെ അപ്പുറത്തിൽ സിദ്റത്തുൽ മുൻതഹ, ബൈത്തുൽ മഅ്മൂറൊക്കെ കണ്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ സാധ്യത ഇല്ല. അതേസമയം ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി പിന്നെ മിഅ്റാജ് പോയതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും ആളുകളുണ്ട്. കാരണം ബൈത്തുൽ മുഖദ്ദസിലുണ്ടായ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച്, അവിടുത്തെ പള്ളിയെക്കുറിച്ച് ശരിക്കും പഠിച്ചിരിക്കുന്ന ആളുകൾ ഹബീബ് തങ്ങളെ മക്കയിലുണ്ടായിരുന്നു. അവരോട് വന്ന് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടെ നിന്നാണ് മിഅ്റാജ് പോയത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. കാരണം ബൈത്തുൽ മുഖദ്ദസ് എന്താണെന്ന് ഇവർക്കറിയാം. ആ കാരണം വെച്ചിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി പിന്നെ മിഅ്റാജിലേക്ക് പോയത് എന്ന് ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്.
അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ആകാശത്തേക്ക് പോവുകയാണ്. ഓരോ ആകാശത്തേക്ക് എത്തുമ്പോൾ വാതിൽ മുട്ടുകയാണ്. ലാബിൽ കലാം, വാതിൽ തുറക്കൂ എന്ന് പറയലല്ല, വാതിൽ മുട്ടുകയാണ്. ജമൽ 2-ാം വാള്യം 611 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ മുട്ടുകയാണ്. 1-ാം ആകാശത്ത് ചെന്ന് വാതിൽ മുട്ടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞു, ജിബ്രീൽ, ഞാനാണ്. നിങ്ങളെ കൂടെ ആരാണുള്ളത്? എൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അങ്ങനെ വാതിൽ തുറക്കുകയാണ്. ഓരോ ആകാശത്തേക്ക് പോകുമ്പോഴും ഓരോ അമ്പിയാക്കളാണ് ഉണ്ടായിരുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം 1-ാം ആകാശത്തുണ്ടായിരുന്നു. ആദം എന്നുള്ള വാക്ക് ഖുർആനിൽ 25 പ്രാവശ്യമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം വലത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയും ഇടത് ഭാഗത്തേക്ക് നോക്കിയിട്ട് കരയുകയും ചെയ്യുമായിരുന്നു. വലത് ഭാഗത്തിൽ ഇല്ലീൻ എന്ന സ്വർഗാവകാശികൾ, ഇടത് ഭാഗത്ത് സിജ്ജീൻ എന്ന നരകാവകാശികൾ അള്ളാന്റെ ഹബീബിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അങ്ങനെ ആദം നബിയോട് യാത്ര പറഞ്ഞ് 2-ാം ആകാശത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാം 2-ാം ആകാശത്തിലുണ്ടായിരുന്ന വാതിൽ മുട്ടി ജിബ്രീൽ, വാതിൽ തുറന്നു ഈസാ നബി, യഹിയ നബിയും 2-ാം ആകാശത്തുണ്ടായിരുന്നു എന്നാണ്. ഈസ എന്നുള്ള വാക്ക് ഖുർആനിൽ 25 വട്ടം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. യഹ്യ എന്ന വാക്ക് 5 വട്ടമാണ് ഖുർആനിൽ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ 3-ാം ആകാശത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. യൂസുഫ് എന്നുള്ള വാക്ക് 26 വട്ടമാണ് ഖുർആൻ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. 5-ാമത്തെ ആകാശത്തിൽ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം 5-ാം ആകാശത്തുണ്ടായിരുന്നു. ഇദ്രീസ് എന്നുള്ള വാക്ക് 2 വട്ടമാണ് ഖുർആൻ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം വസ്ത്രം തുന്നിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. പേന കൊണ്ട് ആദ്യമായിട്ട് എഴുതിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. പിന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാം. ഹാറൂൻ എന്നുള്ള വാക്ക് 20 തവണയാണ് അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിനേക്കാളും 2 വയസ്സിന് മൂത്തതാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും അള്ളാഹിൻ്റെ ഹബീബും ജിബ്രീലും 6-ാം ആകാശം മുട്ടി. മൂസാ നബി അലൈഹിസ്സലാം വാതിൽ തുറന്നു. 134 വട്ടമാണ് ഖുർആൻ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. 7-ാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. 68 പ്രാവശ്യമാണ് ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെങ്കിലോ ബൈത്തുൽ മഅ്മൂരിൻ്റെ ഭാഗത്തേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ എല്ലാ മക്കളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ചില ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 7 ആകാശത്തിലുള്ള എല്ലാ അമ്പിയാക്കളോടും സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് പിന്നെ പോയത് ബൈത്തുൽ മഅ്മൂരിലേക്കാണ്. ബൈത്തുൽ മഅ്മൂർ പ്രിയപ്പെട്ടവരെ, അതൊരു വലിയൊരു പള്ളിയാണ്. ഓരോ ദിവസവും നമ്മുടെ കഅബയുടെ നേരെ മുകളിൽ 7-ാം ആകാശം കഴിഞ്ഞ് അതിൻ്റെ നേരെ മുകളിലുള്ള ഒരു പള്ളിയാണ് ബൈത്തുൽ മഅ്മൂർ. ഓരോ ദിവസവും 70,000 മലക്കുകളാണ് ആ പള്ളിൻ്റെ അകത്തേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോകാറുള്ളത്. പോയ ഈ 70,000 മലക്കുകൾ പിന്നെ തിരിച്ചു വരുന്നില്ല. ആ പള്ളിനകത്ത് ഒരു റുക്കൂയിലും സുജൂദിലുമായിട്ട് ഇബാദത്തിലുമായിട്ട് വ്യാപൃതരാവുകയാണ്. ഓരോ ദിവസവും 70,000 മലക്കുകൾ ആ പള്ളിനകത്ത് വെച്ചിട്ട് പോവുകയും ഇബാദത്തിൽ ധന്യമാവുകയും ചെയ്യുന്നതാണ്. ഇപ്പോഴും ഖിയാമത്ത് നാൾ വരെയും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിൻ്റെ അകത്തേക്ക് 70,000 മലക്കുകളാണ് പോകുന്നത്. ഈ പോയ മലക്കുകളാണെങ്കിലോ തിരിച്ചു വരുമോ? ഇല്ല. ഈ പോയ മലക്കുകളൊക്കെയും ആ പള്ളിനകത്ത് വെച്ചിട്ട് റഹ്മാൻ റഹീമായ റബ്ബിന് ഇബാദത്ത് ചെയ്യുകയാണ്. അതും കഴിഞ്ഞ് പിന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്കാണ് അള്ളാഹിൻ്റെ ഹബീബിനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. സിദ്റത്തുൽ മുൻതഹ, സൂറത്തുൻ നജ്ം അല്ലാഹു തആല വളരെ വ്യക്തമായി സിദ്റത്തുൽ മുൻതഹനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് യഗ്ഷ സിദ്റത്തു മാ യഗ്ഷ, വളരെയധികം പ്രകാശമുള്ളൊരു മരമാണ്. അതിൻ്റെ ഇല ആനയുടെ ചെവി എത്രയാണോ വലുപ്പമുള്ളത് അത്രയും വലുപ്പമാണത്ര സിദ്റത്തുൽ മുൻതഹയുടെ ആ മരത്തിൻ്റെ ഇല. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. ആ മരം വല്ലാത്തൊരു പ്രകാശമാണ്. അതിൻ്റെ ഇല
ആനയുടെ ചെവിൻ്റെ അത്ര വലിപ്പമുള്ള ഇലയാണെന്ന് ചില കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്റത്തുൽ മുൻതഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുൻതഹ എന്നുള്ള മരം കണ്ടു. അവിടുന്ന് ഒരുപാട് സമയം വിശ്രമിച്ചു. ഒരുപാട് മണിക്കൂറൊന്നല്ല, അത് അവിടുത്തെ അനുസരിച്ചുള്ള സമയം വിശ്രമിച്ചു. പിന്നെ ജിബ്രീൽ അലിസ്ലാമുമായിട്ട് എന്നെ അടുത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ജിബ്രീൽ അലിസ്ലാമിനെ അള്ളാന്റെ ഹബീബ് ശരിക്കുമുള്ള രൂപത്തിൽ കാണുകയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ 2 തവണയാണ് ശരിക്കുള്ള രൂപത്തിൽ കണ്ടിട്ടുള്ളത്. ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചിട്ട് സൂറത്തുൽ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ആയത്ത് ഓതി കൊടുക്കുന്ന ആ സമയം ജിബ്രീൽ അലിസ്ലാമിനെ അള്ളാന്റെ ഹബീബിനെ ശരിക്കും യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ടെന്ന ഒരഭിപ്രായം അനുസരിച്ച് 600 ചിറകുകളാണല്ലോ ജിബ്രീൽ ഇസ്ലാമിനുള്ളത്. ശരിക്കുമുള്ള രൂപം എല്ലാ ദിവസവും അള്ളാന്റെ ഹബീബ് കണ്ടിട്ടില്ല. ജീവിതത്തിൽ 2 തവണ മാത്രമേ അള്ളാന്റെ ഹബീബ് ജിബ്രീൽ അലിസ്ലാമിനെ ശരിക്കും കണ്ടിട്ടുള്ളത്. ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചിട്ട്, രണ്ടാമത്തത് സിദ്റത്തുൽ മുൻതഹ ആ മരത്തിനടുത്തിൽ വെച്ചിട്ടാണ് അത്ര ജിബ്രീൽ അലിസ്ലാമിനെ അള്ളാന്റെ ഹബീബ് ശരിക്കും ഉള്ള രൂപത്തിൽ കണ്ടിട്ടുള്ളത്. അതും കഴിഞ്ഞ് പിന്നെ അള്ളാന്റെ ഹബീബ് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് കാര്യങ്ങൾ പകർത്തി എഴുതുന്ന ശബ്ദം കേൾക്കുന്ന സ്ഥലം വരെ അള്ളാന്റെ ഹബീബ് ചെന്നെത്തിയെന്ന. ലൗഹുൽ മഹ്ഫൂദിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല പണ്ടേ എഴുതി വെച്ചൊരു പലകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ എന്താ ചെയ്യാൻ പോകുന്നത്, സകലമാന കാര്യങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാതിരിക്കുന്ന സകലമാന മനുഷ്യന്റെ ഓരോ ഹറക്കത്ത് സകനാത്ത് മുഴുവനും എഴുതി വെച്ചൊരു പലകയാണ്. ആ ലൗഹുൽ മഹ്ഫൂദിന്റെ കാര്യങ്ങൾ പകർത്തി എഴുതുന്ന അവിടെയുള്ള പേനയുടെ ശബ്ദം പോലും കേൾക്കുന്ന സ്ഥലത്തേക്ക് അള്ളാന്റെ ഹബീബ് എത്തിയെന്നാണ്. പിന്നീട് ജിബ്രീൽ ഇസ്ലാം പറയുന്നത്, എനിക്ക് ഇനി മുന്നോട്ട് വരാൻ സമ്മതമില്ല, അധികാരമില്ല നബിയെ, ഇനി നിങ്ങൾ പോവുക റഹ്മാനായ റബ്ബിനെ കാണാൻ. ദഅനി തഖദ്ദമ യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാന്റെ ഹബീബെ, ഇനി നിങ്ങൾ പോയിക്കോളി, സന്തോഷത്തോടെ പോവുക, നിങ്ങൾ പേടിക്കണ്ട നബിയെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളതാ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ നേരിൽ താല്പര്യമുണ്ടല്ലോ, ഒന്ന് പൊയ്ക്കോ നബിയെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞയക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിനെ കാണാൻ അവിടെ തന്നെ പോകണം. അള്ളാഹു അവിടെയാണുള്ളത്. അള്ളാഹുവിന് പ്രത്യേകമായ സ്ഥലം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു താല അവിടെ നിലകൊള്ളുന്നത് എന്നൊന്നും നമ്മൾ അർത്ഥം വെക്കാൻ പാടില്ല. വലാ യതമക്കനു ഫീ മകാൻ വലാ യജ്രി അലൈഹി സമാൻ. അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു ജിഹത്തില്ല, ഒരു മക്കാനില്ല, ഒരു ഇടമില്ല. പിന്നെയോ അള്ളാഹു തആലയെ കാണാനുള്ള ആ മറ അള്ളാന്റെ ഹബീബ് എത്തിയപ്പോൾ അവിടെ നിന്ന് അള്ളാഹു തആല ആ മറ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ അള്ളാഹുവിനെ നേരിൽ അള്ളാന്റെ ഹബീബ് കണ്ടു എന്ന് മാത്രമാണ്. അല്ലാതെ അള്ളാഹിനെ കാണാൻ അവിടേക്ക് പോയി എന്നല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കാണാനുള്ള മറ അള്ളാഹു അവിടുന്ന് മാറ്റി കൊടുത്തു. അള്ളാഹിനെ നേരിൽ അള്ളാഹിൻ്റെ പരിശുദ്ധ ദാത്ത് അള്ളാഹു താല അള്ളാഹിൻ്റെ ഹബീബിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വഹികൾ അവിടെ നിന്ന് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് അള്ളാഹു താല പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഉമ്മത്തീങ്ങൾക്ക് 50 വഖ്ത് ഫർദ് നിസ്കാരം സമ്മാനമായി ഏൽപ്പിക്കുന്നത്. 50 വഖ്ത് നിസ്കാരം തൻ്റെ ഉമ്മത്തീങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുന്നതിൻ്റെ ഇടയിലാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുകയും, നിങ്ങൾക്ക് സമ്മാനം എന്താ നബിയെ തന്നത്, എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് 50 വഖ്ത് നിസ്കാരം തന്നു. 50 വഖ്ത് നിങ്ങളെ ഉമ്മത്തീങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമോ, അവർ നിസ്കരിക്കുവോ നിർവഹിക്കുവോ ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനോട് വീണ്ടും മൂസാ നബി, അതുകൊണ്ട് പോയിക്കോ നബിയെ, അത് ചുരുക്കിയിട്ട് തരാൻ പറ. അങ്ങനെ 9 പ്രാവശ്യം തിരിച്ചും മറിച്ചും പോയി വന്നു, അങ്ങനെ 9 വട്ടം മടങ്ങി പോയി വന്ന് അള്ളാഹിൻ്റെ പരിശുദ്ധ തിരു ഹളറത്തിൽ വെച്ചിട്ട് 5 വഖ്ത് ചുരുക്കി
5 വക്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊണ്ടുവന്നു സമ്മാനമായിട്ട്. ആ സമയത്താണ് വുളു നിർബന്ധമാക്കിയത്. ആ സമയത്താണ് ജനാബത്ത് കുളി നിർബന്ധമാക്കിയത്. ആ സമയത്താണ് നജസ് ശുദ്ധിയാക്കലിന്റെ കാര്യങ്ങൾ നിർബന്ധമാക്കിയത്. ഇതൊക്കെ നസീമുല്ല 3-ാം വാള്യം 65-ാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അതിൻ്റെ ഇടയിൽ അള്ളാന്റെ ഹബീബ് സ്വർഗം കണ്ടു, നരകം കണ്ടു, നരകാവകാശികളായ ആളുകളെ അള്ളാന്റെ ഹബീബ് കണ്ടു. ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാണ്, നരകം കാണുന്ന ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ ആരെന്നറിയോ? 5 വഖ്ത് നിസ്കാരം വേണ്ടതുപോലെ നിലനിർത്താത്ത ആളുകളാണ്. സ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീന എന്നാണല്ലോ, മുഅ്മിനീങ്ങളെ മിഅ്റാജ് നിസ്കാരമാണെന്നാണല്ലോ. ഹബീബ് തങ്ങൾ മിഅ്റാജ് പോയി. നമ്മുടെ മിഅ്റാജും നിസ്കാരമാണ്. നിസ്കാരം നിലനിർത്തുന്നുവോ കൃത്യമായി, എന്നാൽ അള്ളാഹുവിനെ കാണാനുള്ള മറ നീങ്ങിപ്പോകും. ശരിക്കും അള്ളാഹുവിനെ കാണാൻ പറ്റുമെന്നാണ്. എവിടെ? ആഖിറത്തിൽ. അള്ളാഹു തആലയുടെ പരിശുദ്ധ ലിഖാ നാളെ ആഖിറത്തിൽ കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആഖിറത്തിൽ ചെന്നെത്തുന്ന ആളുകൾക്ക് അള്ളാഹു തആല മറ നീക്കി കൊടുത്തു, അവന്റെ ദാത്തിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. നിസ്കരിക്കാത്തവനിക്കോ അള്ളാഹിനെ കാണാൻ കഴിയൂല. കണ്ണ് ഇരുട്ട്, കണ്ണ് രണ്ടും കാറ്റില്ലാത്ത അവസ്ഥയിലേക്കായി മാറുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ, ഇപ്പോൾ ഏകദേശം സമയം 1 മണി ആകാൻ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അർദ്ധരാത്രിയാണ്, മിഅ്റാജിന്റെ രാവാണ്. ഇന്ന് റജബ് 27 ഇന്നത്തെ ഈ സമയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വോയിസ് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനടക്കം നിസ്കാരം ഒരിക്കലും അവസാനം ഒഴിവാക്കരുത്. 5 വഖ്ത് നിസ്കാരം അള്ളാന്റെ ഹബീബ് തിരു ഹളറത്തിൽ വെച്ചിട്ട് അള്ളാഹുവിൽ നിന്ന് സമ്മാനമായി നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നാം മരിക്കുന്നത് വരെ നിലനിർത്താൻ വേണ്ടിയാണ്. ഖളാ ആക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോലത്തോ നിസ്കരിച്ച് ആ ഒരു കടമ വീട്ടാൻ വേണ്ടിയല്ല. ഇഖ്ലാസോടെ അള്ളാഹു തആലാക്ക് എങ്ങനെയാണോ നിസ്കരിക്കേണ്ട രൂപം, അതുപോലെ ഇഖ്ലാസോടെ നിസ്കരിക്കണം എന്ന് അതാ ഇപ്പോൾ 1 മണിയായി, അർദ്ധരാത്രി 1 മണിക്ക് എല്ലാവരോടും, എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നത്, അള്ളാഹിൻ്റെ പരിശുദ്ധ ആ നിസ്കാരം എന്നുള്ള ആ ഫർളാക്കപ്പെട്ട അമല് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരണേ, മരിക്കുന്നവരെ നിലനിർത്തണേ എന്ന വസിയത്തോടെ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവെ, ഇതിനൊക്കെയും ഇത്ര സവാബ് മരിച്ചുപോയ എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ഉസ്താദിൻ്റെയും ഖബറിലേക്ക് എത്തിച്ച്, ഇതൊക്കെ അവർക്ക് ഖബറിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാനുള്ള നേരം പോക്കാക്കി മാറ്റി അവരെയും നമ്മയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും എൻ്റെ ഉസ്താദിനും ദുആ ചെയ്യണമെന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.